സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം അലോൺ, അതിലെനിക്ക് കംപ്ലൈൻ്റ് ഇല്ല. വിത്തൗട്ട് ഇത് പോസിറ്റീവ് ആസ്പെക്റ്റാണ്. ഈ സോളിറ്റ്യൂഡാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാകുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണുള്ളത്. നമ്മുടെ ക്രിയേറ്റിവിറ്റി നന്നായിട്ട് അതിനെ ശരിക്കും നമുക്ക് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ പുതിയൊരു സ്കില്ല് പഠിക്കുക, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ, നല്ല പാട്ട് കേൾക്കുക, ഇങ്ങനെ കീപ്പ് എൻഗേജ്ഡ്, നന്നായിട്ട് ക്രിയേറ്റീവ്ലി എൻഗേജ് ആയിരിക്കാനായിട്ട് സാധിക്കും. അത് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് നല്ലൊരു ഒരു പോസിറ്റീവായിട്ടുള്ള നല്ലൊരു ഹൈപ്പ് തരും. ഹായ്, ഞാൻ ഡോക്ടർ ട്രേസി മോൾ മത്തായി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. നമുക്കിന്ന് ലോൺലിനെസ്സിനെ കുറിച്ച് സംസാരിക്കാം. ലോൺലിനെസ് നമ്മൾ പറയില്ല, ടീനേജേഴ്സിൻ്റെ ലോൺലിനെസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ഒരു ലോൺലിനെസ്. ഇനിയിപ്പോൾ ആരുടെ തന്നെ ലോൺലിനെസ്സും ആയിക്കോട്ടെ, ലോൺലിനെസ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ലോൺലിനെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണ്, എൻ്റെ കൂടെ ആരുമില്ലെന്നുള്ള ഒരു അവസ്ഥയാണ് ലോൺലിനെസ്. എനിക്കൊരു സഹായത്തിന് ആളില്ല, എനിക്കൊന്ന് മിണ്ടാൻ ആളില്ല. അതേസമയം സോളിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം അലോൺ, അതിലെനിക്ക് കംപ്ലൈൻ്റ് ഇല്ല. വിത്തൗട്ട് ഇത് പോസിറ്റീവ് ആസ്പെക്റ്റാണ്. ഞാൻ തന്നെയാണ്, ഞാൻ ആ ഒരു സോളിറ്റ്യൂഡ്, എൻജോയിങ് സോളിറ്റ്യൂഡ് എന്ന് പറയും, ആസ്വദിക്കുന്നു ഒറ്റയ്ക്കായിട്ടുള്ളൊരവസ്ഥ. നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ലോൺലിനെസ്സിനെ നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട് പറ്റും. റിലേഷൻഷിപ്പിനകത്ത് ലോൺലിനെസ് ആവട്ടെ, ഏതൊരു ടീനേജർക്കും നമുക്ക് ഫ്രണ്ട്സ് ഇല്ല, അല്ലെങ്കിൽ നമ്മളോട് ആൾക്കാർ മിണ്ടുന്നില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രോപ്പറല്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ പറയും. പക്ഷേ ഈ സോളിറ്റ്യൂഡാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാകുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണുള്ളത്. നമ്മുടെ ക്രിയേറ്റിവിറ്റി നന്നായിട്ട് അതിനെ ശരിക്കും നമുക്ക് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം പടം വരയ്ക്കാനാണോ, എന്ത് ആർട്ട് ഫോംസ് ആണോ, റൈറ്റിംഗ് ആണോ, അല്ലെങ്കിൽ ഒരുപാട് ഇപ്പം ചെടി, എന്തെങ്കിലും നമ്മുടെ ഹോബീസൊക്കെ ഡെവലപ്പ് ചെയ്യുക, നമ്മുടെ ക്രിയേറ്റിവിറ്റി, പിന്നെ അതിനെ മൂർച്ച കൂട്ടുക, അല്ലെങ്കിൽ പുതിയൊരു സ്കില്ല് പഠിക്കുക, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ, നല്ല പാട്ട് കേൾക്കുക, ഇങ്ങനെ കീപ്പ് എൻഗേജ്ഡ്, നന്നായിട്ട് ക്രിയേറ്റീവ്ലി എൻഗേജ് ആയിരിക്കാനായിട്ട് സാധിക്കും. അത് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് നല്ലൊരു ഒരു പോസിറ്റീവായിട്ടുള്ള നല്ലൊരു ഹൈപ്പ് തരും, നല്ലൊരു ഫീൽ ഗുഡ് ഫാക്ടർ തരും. അത് നമ്മൾ ശരിക്കും അത് ചാർജ് ചെയ്യുകയും വേണം. ഇങ്ങനെ ഞാനൊരു ഇന്ന കാര്യം ചെയ്തു, ഇന്നൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു പിക്ചർ, ഒരു നല്ലൊരു പോർട്രേറ്റ് എനിക്ക് വരയ്ക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ അങ്ങനെ എന്ത് കഴിവുകളാണോ അതെല്ലാം ഉപയോഗിക്കാൻ സാധിക്കുക. അതുപോലെ പ്രകൃതിയോട് ഒന്നുമില്ലെങ്കിൽ ചുമ്മാതെ ഒരു ലോൺലി ഒരു വാക്ക് ഇൻ സോളിറ്റ്യൂഡ് എന്ന് പറയും. സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺലിനെസ്, നമ്മൾ ഹാപ്പി, പിന്നെ ലോൺലിനെസ് ആണ്, ഹാപ്പിനെസ്സും കൂടി ചേർന്നുള്ളതാണ്. ഈ പ്രകൃതിയെല്ലാം ആസ്വദിച്ച്, ആ കാറ്റുകളെല്ലാം കൊണ്ട്, ഇപ്പോൾ ഇവിടെ ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്, ആ കാറ്റൊക്കെ അനുഭവിച്ച്, അല്ലെങ്കിൽ ഒരു സൂര്യൻ്റെ ഒരു സുഖമുള്ളൊരു വെയിലൊക്കെ, അപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി ഒക്കെ നമ്മുടെ ദേഹത്ത് നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഇവിടെ ചെറിയ വെയിലുണ്ട്, ഞാനിപ്പോൾ കോണ്ടെക്സ്റ്റുവലായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ആസ്വദിക്കാൻ സാധിക്കുക. എത്ര മനോഹരമാണ് പ്രകൃതി. നമുക്ക് അങ്ങനെ എല്ലാം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാനേജ് ചെയ്യാനായിട്ട് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ അടിച്ചു നോക്കിയാൽ മതി. ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ടാവും. അത് പ്രാക്ടീസ് ചെയ്യുക. അതും ഈ ലോൺലിനെസ് നമുക്ക് നന്നായിട്ട് പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് തീരും, നമ്മൾ ഹാപ്പി ആയിട്ട് ആകും ഈ രീതിയിലെല്ലാം മൂവ് ചെയ്ത് കഴിയുമ്പോൾ. അങ്ങനെയുള്ള ഒരാളിന് വളരെ അട്രാക്റ്റ് ചെയ്യും മറ്റേ ആൾക്കാരെ. നല്ല പോസിറ്റീവ് വൈബുള്ള ആൾക്കാർ മറ്റേ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലോൺലിനെസ് അല്ല, നിങ്ങളെങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തിരിക്കുന്ന ആൾ നിങ്ങളെ കൂടെ കാണാനായിട്ട്, അല്ലെങ്കിൽ കൂടെ നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. കാര്യം നിങ്ങളുടെ നല്ലൊരു രസമുണ്ട് അവരോട് സംസാരിക്കാൻ. വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, ഹ്യൂമർ പറയുന്നു, നേരം പോകുന്ന അറിയുന്നില്ല, എന്തോ ഒരു എനർജി കിട്ടിയ പോലെ. അങ്ങനെയുള്ള നിങ്ങൾ ഫ്രണ്ട്സും കാര്യങ്ങളും മാനേജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പിന്നെ പഠിക്കേണ്ടതായിട്ട് വരും. ഇതാണ് ലോൺലിനെസ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് സോളിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു സോളിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫുഡ് തന്നെയാണ്. അത് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പബ്ലിക് ലൈഫ്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം നല്ല രസകരമായിട്ട് മാറ്റാനും നിങ്ങൾക്ക് സാധിക്കും. സാധാരണ പറയാറുള്ള ഒരു ലോൺലിനെസ്സാണ് ലോൺലിനെസ് ഇൻ മാരേജ്. ഇപ്പം പാർട്ട്ണറൊക്കെ സെപ്പറേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ദൂരെ ജോലിയാണ്, ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അങ്ങനെ. അപ്പോൾ അവർക്ക് ഭയങ്കര ആരുമില്ല, സംസാരിക്കാനില്ല, എൻ്റെ കാര്യങ്ങളൊക്കെ പറയാനില്ല, എനിക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും ഒറ്റയ്ക്കായിട്ട് തോന്നുന്നു.
അങ്ങനെയുള്ള കാര്യങ്ങൾ അത് മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക, നമ്മുടെ കാര്യങ്ങളൊക്കെ മാനേജ്. ബാക്കി കിട്ടുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ടൈം ഒരു ബ്ലെസ്സിങ് ടൈമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ആ ഒരു സമയം എന്തെല്ലാം നമുക്ക് സ്കിൽസ് പഠിക്കുക, നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ സമയമുള്ളവരാണെങ്കിൽ ഒരു സംരംഭം തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. നമുക്ക് താല്പര്യമുള്ള ഒരു വിഷയം എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്താണോ ചെയ്യാൻ ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ ഓൺലൈൻ ഒരു ജോബ് സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇപ്പോൾ ഇഷ്ടം പോലെ സാധ്യതകളും അതിന് വേണ്ടത് തന്നെ കൺസൾട്ടൻസും അതിന് വേണ്ടി തന്നെ സോഷ്യൽ മീഡിയ തന്നെ ഇഷ്ടം പോലെ ഹെൽപ്പും നമുക്ക് കിട്ടുന്നുണ്ട്. അതെല്ലാം തേടി കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിച്ച് അതുപയോഗിച്ച് നല്ല മീനിങ് ആയിട്ടുള്ള ജീവിതം ജീവിക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. ലോൺലിനെസ്സൊക്കെ സന്തോഷമായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കട്ടെ. സന്തോഷമുള്ള സോളിറ്റ്യൂഡിൽ ആസ്വദിക്കാൻ നിങ്ങളെല്ലാവരും പഠിക്കട്ടെ. ഹാപ്പി ലൈഫ്.